ഹലോ അസ്സാം വലൈക്കും. +2 അറബി പരീക്ഷയിൽ ചിലപ്പോൾ ഗ്രാമർ എന്ന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മോട് ഇങ്ങനെ 3 സെൻറ്റൻസ് തരും. നമ്മോട് മുബത്തദ ഖബർ എന്ന് പറയും. ഇത് വളരെ ഈസി, നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ഖബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യുന്നേരം ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇൻഫർമേഷൻ, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വാർത്ത, ഇൻഫർമേഷൻ പറയാം. ഓക്കെ, അപ്പോൾ ഏത് സെൻറ്റൻസിലും ഇൻഫർമേഷൻ എവിടെ ആയിരിക്കും തരുക, നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? അത് എപ്പോഴും സെക്കൻഡ് ആയിരിക്കും, ഫസ്റ്റിൽ ഉണ്ടാവില്ല. ഖബർ ഫസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് വരുന്ന വാക്ക് അധികവും എന്തായിരിക്കും, ഫസ്റ്റ് വരുന്ന വാക്കുകൾ എപ്പോഴും മുബത്തദ ആയിരിക്കും. ആ ഫസ്റ്റ് വാക്ക് നിങ്ങളൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ പറയാം. നോർമലി എല്ലാത്തിലും ഫസ്റ്റ് വാക്കായിരിക്കും. ഓക്കെ, ആ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഒന്നാമത് വരുന്ന വാക്കുകൾ നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് മുബത്തദയിൻ്റെ കോളത്തിൽ എഴുതുക. രണ്ടാമത് വരുന്ന പാർട്ട്, ഒന്നാമത്തെ കഴിഞ്ഞിട്ട് ബാക്കി രണ്ടാമത് വരുന്ന പാർട്ട് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ട് എഴുതുക. ഖബറിൻ്റെ കോളത്തിൽ എഴുതാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? കാരണം ഈ ഖബർ എന്ന് പറഞ്ഞ വാർത്തയാണ്. ഓക്കെ, അത് എന്തിനെക്കുറിച്ചിട്ടാണ് വാർത്ത പറയുന്നത്, അതിനെന്ത് പറയും? മുബത്തദ് എന്ന് പറയും. ഓക്കെ, ഈ സമയത്ത് ഗ്രാമറൊന്നും പഠിപ്പിച്ച് പ്രയാസപ്പെടുത്തുന്നില്ല. അപ്പോൾ മുബത്തദ് ഖബർ എഴുതാൻ ചോദിച്ചാൽ ആ സെൻറ്റൻസിൽ എന്തുണ്ടാവും? മുബത്തദ് ഖബർ ഉണ്ടാവും. രണ്ടാമത്തെ പാർട്ട് എന്തായിരിക്കും? ഖബറായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പാർട്ടായിരിക്കും എന്ത്? മുബത്തദ് അധികത്തിലും വരൽ ഫസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, അത് വരിക അൽഫിലാമോട് കൂടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പേരായിരിക്കും ഫസ്റ്റിൽ കൂടിയിട്ട് എന്ത് ചെയ്യുക, അധികവും വരാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ നേരെ എന്ത് ചെയ്യണം, ആ ഫസ്റ്റിൽ ഉള്ള ഭാഗത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഒന്നാമത്തെ ഭാഗത്ത് എന്തായിരിക്കും? മുബത്തദയിൽ കൊണ്ട് എഴുതുക. ബാക്കിയുള്ള ഭാഗത്തെ ഖബറിലെടുത്ത് എഴുതിയാൽ ഈ ആൻസർ നമുക്ക് 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.